നിങ്ങൾക്ക് അത് ക്ലിയർ ആവുണ്ടെന്നും അറിയില്ല. ഓക്കെ, അപ്പോ ചില ബീഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു 40 പോയിന്റില് ഇങ്ങനെ ഇടാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു നീഡിലാണ് 24. അപ്പോ നിങ്ങൾക്ക് ഇതും വാങ്ങി വെക്കണം നല്ലതാണ്. പിന്നെ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് ചിറ്റിയണം എന്ന് ഒരു നിർബന്ധമില്ല. ഇതുപോലെ പെന്നിന്റെ ഉള്ളിൽ ഇട്ടാലും നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിടിച്ചിട്ട് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് റിംഗ് ആണ്. ഇതാണ് റിംഗ്. ഇത് 6 ഇഞ്ചിന്റെ റിംഗ് ആണ്. പല ഇഞ്ചിലും അവൈലബിൾ ആണ്. 6, 7, 8, 9 ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് ആ ഒരു രീതിക്കുള്ള റിംഗ് വാങ്ങാം. 6ഓ 7ഓ വാങ്ങാണ് നല്ലത്. പിന്നെ 8 ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടി വലുതായിരിക്കും വട്ടം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് പോപ്ലിംഗ് ക്ലോത്ത് ആണ്. പോപ്ലിംഗ് ക്ലോത്ത് എന്നാണ് പറയാ. ഇത് പിന്നെ കനം കുറഞ്ഞിട്ടുള്ള ടൈപ്പും ഉണ്ട്, കനം കൂടിയ ടൈപ്പും ഉണ്ട്. അപ്പൊ ഇത് ഇന്ത്യക്ക് ഇപ്പൊ ഉള്ള ഈ ഒരു വൈറ്റ് കനം കുറഞ്ഞ ടൈപ്പാണ്. ഇതെന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഉണ്ട്, അതെന്ന് പറയുന്നത് കുറച്ച് കട്ടിയുണ്ട്. അപ്പൊ നിങ്ങൾ വാങ്ങുമ്പോൾ കട്ടിയുള്ള പോപ്ലിംഗ് ക്ലോത്ത് വാങ്ങാം കേട്ടോ. കട്ടിയുള്ളത് തന്നെ വാങ്ങണേ. പിന്നെ നമുക്ക് എങ്ങനെയാണ് റിങ്ങിൽ ക്ലോത്ത് ഇടാന്നും കൂടി നോക്കാം. കാരണം ഒരുപാട് പേര് നല്ലോണം ഒന്നും ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് റിങ്ങിൽ ക്ലോത്ത് ഇട്ടിട്ട് തന്നെ നമുക്ക് ആര്യ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ എംബ്രോയിഡറി വർക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ക്ലോത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ പിടിച്ച് അടിയിൽ നിന്ന് സൂചി കുത്തിയെടുത്തിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് ആര്യ വർക്കില് പിന്നെ അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് റിങ്ങില് ഇട്ട് സ്റ്റാൻഡുമേലോ റിങ്ങുമേലോ ഒക്കെ ഇട്ടിട്ട് തന്നെ ആര്യ വർക്ക് ചെയ്യണം. ഓക്കെ, എന്നാൽ തന്നെ നമുക്ക് അത് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഈ റിങ്ങിന്റെ ഉള്ളിലത്തെ ഭാഗം എടുത്തു മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്ലോത്ത്, ഈ ക്ലോത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഈ ഒരു റിങ്, ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ 6 ഇഞ്ചിന്റെ റിങ് ആണ്. ഈ ഒരു 6 ഇഞ്ചിന്റെ റിങ് ഇതുപോലെ വെച്ചാല് ഈ ഒരു 4 സൈഡിലേക്കും തുമ്പുണ്ട്. ഓക്കെ, 4 സൈഡിലേക്കും ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ തുമ്പ് വിട്ടിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ നിങ്ങൾ എത്ര ഇഞ്ചിന്റെ റിംഗ് ആണോ വാങ്ങുന്നത്, ഇപ്പൊ 7 ഇഞ്ച് ആണെങ്കിൽ ആ 7 ഇഞ്ചിന്റെ റിംഗ് ഇതുപോലെ വെച്ചിട്ട് 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് ഇവിടെ തുമ്പ് വിട്ടിട്ട് വേണം ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, അതിനുശേഷം ഇതുപോലെ ഉള്ളിലത്തെ റിംഗ് ആണ് കേട്ടോ, ആ സ്ക്രൂ ഇല്ലാത്ത ഉള്ളിലത്തെ റിംഗ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന്റെ മുകളിൽ ക്ലോത്ത് വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു റിങ്ങിന്റെ സ്ക്രൂ ലൂസാക്കി കൊടുക്കുക. നന്നായിട്ട് ലൂസാക്കി കൊടുക്കുക. ലൂസാക്കി കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ട, ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഈ തുണി കണ്ട വളരെ ലൂസായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മള് ജസ്റ്റ് ഈ ഒരു സൈഡിൽ നമ്മൾ തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ഈ ഒരു തുമ്പ് നമ്മൾ ആദ്യം നന്നായിട്ട് പിടിച്ച് വലിച്ചു കൊടുക്കുക സൈഡിലേക്ക്. ഈ സൈഡിലത്തെ തുമ്പുകളൊക്കെ ഇതുപോലെ പിടിച്ച് വലിച്ചു കൊടുക്കണം. എല്ലാ സൈഡിലത്തെ തുമ്പും പിടിച്ച് വലിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക. ഈ ടൈറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ എല്ലാ സൈഡും ഒന്നുകൂടി വലിച്ചു കൊടുക്കണം, നന്നായിരിക്കും. ഒന്നുകൂടി ടൈറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്താൻ. ഓക്കെ, ഇതുപോലെ ഇപ്പൊ നേരത്തേനേക്കാളും കണ്ടോ, നമ്മളിങ്ങനെ തൊടുമ്പോ താഴ്ന്നു പോകുന്നില്ല, കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ടൈറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി സൈഡിൽ ചെറുതായിട്ട് ഒന്നുകൂടി വലിച്ചു കൊടുക്കുക. തുണി കീറാതെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് റിങ്ങില് ക്ലോത്ത് ഇടുക കേട്ടോ. അപ്പോ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കണം. മെറ്റീരിയൽസിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.